ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 അധ്യായം 3 ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഇത് വയലാ വാസുദേവ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകമാണ് ഇവിടെ അധ്യായമായി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ അധ്യായത്തിന്റെ വായനയിലേക്ക് കടക്കാം. സ്വതവേ അല്പം ദീർഘമായ ഒരു അധ്യായമായതിനാൽ ഈ നാടകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആശയവും വിശകലനവും ഒന്നിച്ച് പറയുന്നതാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. വസന്തത്തിൽ കുഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഇവിടെ വസന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് പച്ചപ്പണിഞ്ഞു നിന്നിരുന്ന ഭൂമിയെയും പ്രകൃതിയെയുമാണ്. നിറയെ മരങ്ങളും അവയിൽ ചേക്കേറിയിരുന്ന കിളികളും സൂക്ഷ്മജീവികളും കൊണ്ട് സമ്പുഷ്ടമായിരുന്ന ഒരു പ്രകൃതി. എന്നാൽ കാലക്രമത്തിൽ മനുഷ്യന്റെ ചെയ്തികൾ കാരണം പ്രകൃതി നശിപ്പിക്കപ്പെട്ടു. മരങ്ങൾ മുറിച്ചു മാറ്റുകയും പ്രകൃതിയെ മലിനീകരിക്കുകയും ചെയ്തു. എല്ലാത്തരം ജീവികളുടെയും ആവാസ വ്യവസ്ഥ അതോടുകൂടി തകരുന്ന അവസ്ഥയിലേക്കെത്തി. ഇവിടെ പക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെ ആശ്രയിച്ചു ജീവിക്കുന്ന മനുഷ്യേതരമായ ജീവനുകളെയാണ്. ആ പക്ഷികൾ അല്ലെങ്കിൽ പക്ഷികൾ പ്രതിനിധീകരിക്കുന്ന പ്രകൃതിയുടെ മക്കളായ മറ്റു ജീവികൾ എന്നെങ്കിലും ഒരിക്കൽ പ്രകൃതി പഴയതുപോലെ പച്ചപ്പണിയുമെന്ന പ്രതീക്ഷയിൽ തിരിച്ചു വരികയാണ്. നമുക്ക് പാഠഭാഗത്തിന്റെ വായനയിലേക്ക് കടക്കാം. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. വഴിവക്കിലെ അരയാൽ ചോടാണ് സ്ഥലം. പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചുറ്റും വെളുത്ത പൂക്കൾ. വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ അഥവാ പക്ഷിവേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ചിലപ്പോൾ കൊക്കുരുമുന്നു. പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. അന്ധൻ, തേജസാർന്ന മുഖം. തന്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് രംഗം എന്താണ് എന്ന് ആദ്യമൊന്ന് സാമാന്യമായി നോക്കാം. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന രംഗം വഴിവക്കിലെ ഒരു അരയാൽ ചോടാണ്. അരയാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വലിയ ഒരു വൃക്ഷമായിരിക്കും അരയാൽ. അപ്പോൾ ആ വൃക്ഷത്തിൽ ഒരുപാട് കിളികളും മറ്റു ജീവികളുമൊക്കെ കൂടുകൂട്ടിയിരിക്കാനും താമസിച്ചിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു അരയാലിന്റെ ചോട്ടിലാണ് ഈ നാടകത്തിലെ ആദ്യ രംഗം നടക്കുന്നത്. ആ അരയാലിന്റെ പുറകിലേക്ക് ഒരു കാലത്ത് കാടായിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ചതിൻ്റെ അടയാളങ്ങൾ, അതായത് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാം. ചുറ്റിനും കുറേ വെളുത്ത പൂക്കൾ മാത്രം അവശേഷിക്കുന്നുണ്ട്. അവിടെ കുറേ പക്ഷികൾ, ആ മരത്തിന് ചുവട്ടിലായി കുറേ പക്ഷികൾ വന്നിരിക്കുന്നു. അവിടേക്ക് ഒരു പക്ഷിശാസ്ത്രകാരനും കടന്നു വരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷികളെ കൂടിനുള്ളിലിട്ട് ആൾക്കാരുടെ കൈയും മറ്റും നോക്കി അല്ലെങ്കിൽ അവരുടെ ഭാവി പറയുന്ന ആളാണ് പക്ഷിശാസ്ത്രക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പക്ഷിശാസ്ത്രക്കാരനും അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ അയാൾ ഭാവി കാണാൻ കഴിവുള്ളയാളാണ് എന്ന് നിങ്ങൾ ഓർക്കുക. എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയുന്ന ആളാണ് ഇവിടുത്തെ പക്ഷിശാസ്ത്രക്കാരൻ. അഥവാ ഇവിടുത്തെ പക്ഷിശാസ്ത്രക്കാരനെ പ്രകൃതിയിൽ നടക്കുന്ന ദുരിതങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞനായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തിന്റെ വായനയിലേക്ക് പോകാം. പക്ഷിശാസ്ത്രക്കാരൻ. കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ. ഒരു കിളി പിണങ്ങിപ്പിരിഞ്ഞ് സ്വയം ചിറകറുത്തെടുത്ത് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല. പക്ഷിശാസ്ത്രക്കാരൻ. പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു. അന്ധത ഏറി വരുന്തോറും അകത്തു പ്രകാശം. കിളികൾ. അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ. പക്ഷിശാസ്ത്രക്കാരൻ. അവൻ വരും എന്നെങ്കിലും, എൻ്റെ അന്ത്യം കാണാനെങ്കിലും. കിളികളെല്ലാം ഉത്തരമെന്ന വണ്ണം ചിലയ്ക്കുന്നു. കതിർക്കുല കൊത്തിനുണയ്ക്കാനാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ? ഞാനും തളർന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ? ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി? ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തിളനീർ തടാകത്തിലെ കുളി. കിളികളെല്ലാം തത്തി അയാൾക്കടുത്തെത്തുന്നു. ആഹ്ലാദപൂർവം ചിറകുവിടർത്തി ആടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു. സാഗരങ്ങൾ 7 കടന്നു. എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പറുദീസയിലുറങ്ങി. പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ടു. ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില്ല. നമുക്കത് മൃഷ്ടാന്ന ഭോജനം. കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്ന വണ്ണം കേൾക്കുന്നു. ഒരു കിളി. വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു.
അതിനു മുകളിൽ കൂടി പറന്നപ്പോൾ എന്റെ ചിറകിന് വെടിയേറ്റു. എന്നിട്ടും തളരാതെ പറന്നു. പക്ഷിശാസ്ത്രക്കാരൻ ഉദയകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി ദുഃഖത്തോടെ. പക്ഷെ എവിടെ ചേക്കേറും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം. കിളികൾ. വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. പക്ഷിശാസ്ത്രക്കാരൻ. അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ. എന്നിട്ടും വിശക്കുന്നു. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എവിടെ താവളം? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം. കിളികൾ. അടുത്തെങ്ങാനും വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ? എല്ലാവരും ആൽത്തറയിൽ കയറി നിന്ന് കഴുത്തു നീട്ടി 4 പാടും നോക്കുന്നു. പക്ഷിശാസ്ത്രക്കാരൻ. അതാ, അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി. ആ കുന്നിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ. പോകിൻ, കൊത്തി നുണക്കിൻ. അന്തിക്ക് മുമ്പേ ചേക്കേറണം. ഒരു കിളി. അത് ആരുടേതാ? പക്ഷിശാസ്ത്രക്കാരൻ. ഈ ഭൂമിയാകെ നമ്മുടേത്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരുന്നില്ല 1000 മേനി വിളഞ്ഞു നിൽക്കുന്നു. ചന്തമുള്ള കതിർക്കുലകൾ. കിളികൾ. അതെ, പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ചു കളിക്കുന്നു. പക്ഷിശാസ്ത്രക്കാരൻ. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരിൻ. പോയി വരിൻ, കൊണ്ടുവരിൻ. നിങ്ങൾ വിതച്ചത് കൊയ്തുവരിൻ. ആനന്ദ നൃത്തം ചെയ്യുന്നു. കിളികൾ. പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ? എവിടെയെങ്കിലും കെണിവെച്ചിട്ടുണ്ടെങ്കിൽ? പക്ഷിശാസ്ത്രക്കാരൻ. ഈ മലയോരത്ത് കെണിവെക്കുന്നതാര്? നോക്കെത്താത്ത നീലിമയാർന്ന വനം. അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി. വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ. കിളികൾ സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു. മക്കളെ പോകിൻ. എനിക്കൊരു ചാൺകൂടി പറക്കാനാവതില്ല. ഞാൻ ആകെ തളർന്നു. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം. കിളികൾ. കാട്ടരുവിയിൽ നനവുണ്ട്. ചെറുകൊക്കൊന്ന് നനയ്ക്കാൻ ജലമുണ്ട്. പക്ഷിശാസ്ത്രക്കാരൻ. എങ്കിൽ തളരാതെ പറന്നുയരിൻ. കുഞ്ഞിച്ചിറക് വിടർത്തി പോകിൻ. പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ. മിന്നി മിനുങ്ങും ഹൃദയത്തിൻ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. കിളികൾ. എന്തൊരു ചൂട്! ചിറകെല്ലാം കരിയുന്നു, മനമുരുകുന്നു. പക്ഷിശാസ്ത്രക്കാരൻ. എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയതാരായിരിക്കും? നമ്മുടെ താവളത്തിന്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ. ഒരു കിളി. അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കിളികൾ. അതെ, കൂരമ്പുമായി, കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ. നമ്മെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ. പക്ഷിശാസ്ത്രക്കാരൻ. അവന്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ, വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ. കിളികളോട്. നിങ്ങൾ അവന്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ. എന്റെ പൊന്നുംകുടങ്ങളെ, ഈ നനുത്ത അടിവയറിൽ അവന്റെ വിഷമുനയേറ്റാൽ? കിളികൾ. ഇല്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഒരു കിളി. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവേലിൽ അവനും കുളിർമ നൽകൂ. പക്ഷിശാസ്ത്രക്കാരൻ. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. കൊള്ളക്കാർ മരം വെട്ടി കയറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി. ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. ഇപ്പോൾ അതിന്റെ കമ്പും വെട്ടിത്തുടങ്ങി. ഒരു കിളി. ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും. കിളികൾ. പിന്നെ നമ്മൾ എവിടെ കൂടുകെട്ടും? പക്ഷിശാസ്ത്രക്കാരൻ ആലോചിച്ച് പ്രവാചകനെ പോലെ. അലറുന്ന കടലിൽ, തിരയ്ക്കു മുകളിൽ. കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി. ആടും തിരകളിൽ കൂടുകെട്ടി, കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെ പാടി ഉറക്കും ഞാൻ, നിന്നിലലിഞ്ഞു മയങ്ങും ഞാൻ. ഒരു കിളി ആലോചനയിൽ. അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ? നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? പക്ഷിശാസ്ത്രക്കാരൻ മറുപടി എന്ന വണ്ണം. അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരി ആണ്ട് കഴിഞ്ഞുണരും ഞാൻ. മുത്തായി, പവിഴമായി, ദുഃഖത്തിൻ നിഴലായി, വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ. കിളികൾ. ഹായ്, വിണ്ണിൻ മക്കൾ. കിളികൾ. എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ. പക്ഷിശാസ്ത്രക്കാരൻ. എനിക്കും വിശക്കുന്നു. ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി. പോയി വരിൻ, കൊയ്തുവരിൻ. നമ്മൾ വിതച്ചത് കൊയ്തുവരിൻ. കിളികൾ. നമുക്ക് പോയി വരാം. പക്ഷിശാസ്ത്രക്കാരൻ. അന്തിച്ചോപ്പ് കാണുന്നതിന് മുൻപ് കൂടെത്തണം. പാടത്തിനുടമയെ കണ്ടാൽ? ഒരു കിളി. നമുക്ക് വട്ടമിട്ട് അയാൾക്കു ചുറ്റും പറന്ന് ആ സ്വർണ്ണ കിരീടം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കാം. കിളികൾ. എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രക്കാരൻ. അയ്യോ വേണ്ട, എന്റെ പൊന്നുംകുടങ്ങളെ, കൊത്തണ്ട. ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. കിളികൾ. ഞങ്ങൾ എന്തു ചെയ്യണം? പക്ഷിശാസ്ത്രക്കാരൻ. കതിർമണി കൊത്തിക്കൊണ്ടുവരിൻ. പാടം കിളികൾക്ക് വരുന്നെല്ല് നൽകി സ്തുതി പാടുവിൻ.
എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ. കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും, ഈ ആകാശത്തിൻ കീഴിൽ. ഭൂമി ഇത്തിരി മണ്ണല്ലേ, അത് നമുക്കല്ലേ. കിളികൾ അതേ അതേ എന്ന് പറഞ്ഞ് ചിറകുവിടർത്തി തത്തി തത്തി കളിക്കുന്നു. വൈകരുത്, വരാൻ വൈകരുത്, ഞാൻ ഈ കാട്ടിലൊരിടത്തുണ്ടാവും, ഒറ്റയ്ക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും, പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ, നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെയോർത്ത്. കിളികൾ ഞങ്ങൾ എളുപ്പം വരാം. പറന്നുയർന്നു പോകുന്നതായി ഭാവിക്കുന്നു. അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ. പക്ഷിശാസ്ത്രകാരൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിന്ന് ചിറകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിന് ഒത്തുനടുക്കെത്തട്ടെ, പറന്നതാണ് കൊത്തട്ടെ. ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം. പിറകുവശത്തേക്ക് തപ്പിത്തപ്പി നടന്നു മറയുന്നു. അല്പനേരം കഴിഞ്ഞ് പാടത്തിനുടമ ഭീകരതാളത്തിൽ പാഞ്ഞെത്തുന്നു. അമ്പുമില്ലുമുണ്ട് കയ്യിൽ. ഉടമ കതിരെരിയുന്ന കിളികളെ പറത്തിവിട്ടവൻ എവിടെ? ഉയർന്ന തലത്തിൽ കയറി പാടത്തേക്ക് നോക്കി. ഒരു നിമിഷം എന്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു. ഹേ പക്ഷിശാസ്ത്രക്കാരാ, ഓഹോ, അവിടെ ധ്യാനത്തിലാണോ? പിറകുവശത്തേക്ക് ഓടിപ്പോകുന്നു. നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ ഞെട്ടി. നിന്റെ കയ്യിൽ കൂരമ്പോ? ചുറ്റും കാണുന്ന വെള്ള പൂക്കളോട് എന്റെ കുഞ്ഞു ഓമനകളെ. ഉടമ വില്ലിൽ അമ്പു തൊടുത്തുകൊണ്ട് അടുത്ത്. കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞു തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് നിൻ പക്ഷി, നിൻ ഈണം, നിൻ നാദം, നിൻ ഊർജം. പക്ഷിശാസ്ത്രകാരൻ അതിനു നീ എന്നെ? ഉടമ നിന്നെ അല്ലാതെ മറ്റാരെ? നിന്റെ പക്ഷികൾ പറന്നുപോയില്ലേ? പക്ഷിശാസ്ത്രകാരൻ സന്തോഷപൂർവം അതെ, അവ 1000 ചിറകുകളോടെ പാടിപ്പറന്നുയർന്നു. മലകൾക്കുമപ്പുറം വിളഞ്ഞുകിടക്കുന്ന പാടം തേടിപ്പോയി. ഉടമ അവയും എന്റെ പാടങ്ങൾ. പക്ഷിശാസ്ത്രകാരൻ അതെ, എല്ലാം കൊത്തി നുണച്ച് കൊക്കുരുമ്മി കൂത്താടിപ്പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ട് ഒഴുകി വരും. ഉടമ അമ്പു തൊടുത്ത് പിന്തുടർന്നുകൊണ്ട് അന്നു നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ? പക്ഷിശാസ്ത്രകാരൻ ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച ധ്രുവനക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ടല്ലോ. പൂക്കളും കിളികളും അത് പാടിപ്പരത്തും. നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മുട്ടായിരിക്കുമ്പോഴേ എന്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു. ഉടമ പക്ഷിശാസ്ത്രകാരൻ അതെ, നിന്റെയും എന്റെയും, എന്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പിന്റെയും. നിശബ്ദത. വരൂ, നമുക്ക് ധ്യാനിക്കാം. ഉടമ ചിരിച്ച് ആരെ? പക്ഷിശാസ്ത്രകാരൻ നിന്നെ, എന്നെ, ഈ പച്ചക്കാടിനെ, ഇവിടുത്തെ നദികളെ, മലകളെ, മനുഷ്യരെ. ധ്യാനനിരതനായി വൃക്ഷത്തിന്റെ പുറകിലേക്ക് പോകുന്നു. ഉടമ അത് നോക്കി നിൽക്കുന്നു. ഉടമ വീണ്ടും ധ്യാനത്തിൽ. ധ്യാനത്തിൽ തന്നെ ഈ കൂരമ്പേൽക്കട്ടെ. പക്ഷിശാസ്ത്രക്കാരന്റെ നേർക്ക് അമ്പയയ്ക്കുന്നു. പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത ഇടതിനു ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എന്റെ ഗുരു പോലും. പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം കേൾക്കാം. നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി. ഉടമ ഇനി ഫലം പറ്റാൻ നിങ്ങൾ, വിളറി വെളുത്ത കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ. എന്റെ തോട്ടത്തിലെ പൂവിന്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരന്റെ ചോര പോലും. വിജയാഹ്ലാദത്തിന്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ, അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ്. പക്ഷെ അവ എവിടെ? കുന്നുകളും മലകളും കടന്നുപോയി കാണും. പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളിൽ ശ്രദ്ധിച്ച് ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇവ ചുവക്കുന്നോ? ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി. ചുവപ്പ് കൂടുന്നോ? ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം. അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു. ഒടുവിൽ രക്ഷപ്പെടാനെന്ന വണ്ണം ഓടി മറയുന്നു. അകത്ത് പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം. അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നെൽക്കതിരുമായ കിളികൾ പറന്നൊഴുകിയെത്തുന്നു. കിളികൾ ഫലം പറയും ശാസ്ത്രക്കാരാ, പക്ഷിശാസ്ത്രക്കാരാ, മലയോരത്തന്തിയുറങ്ങും മലദേവാ വാവാ നീ. ചുറ്റും പറന്നു ചെന്ന് നോക്കുന്നു. പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു. ദുഃഖിതരായി തിരിച്ചുവന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു. ഒരു കിളി ഗുരു നമ്മെ തിരക്കി ഇറങ്ങിയതാണോ? കിളികൾ അതുമാവാം. ഒരു കിളി നാടും നഗരവും കാടും മേടുമലഞ്ഞ് പറന്ന് രസിച്ച് നമ്മൾ. കിളികൾ അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതൊറ്റയ്ക്ക്. കിളികളെല്ലാം ചേർന്ന് വീണ്ടും ചുറ്റും പറന്നു നടന്നു. എവിടെ തിരിയും താതാ?
ജീവജലത്തിനുറവേ, തണലും ചൂടും തന്നവനെ, തളിരാൽ കൂടുമിടഞ്ഞവനെ. ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്ന്. അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു. എന്തൊരു ചുവപ്പ്! അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു. ഒരു കിളി. പാടത്തിനുടമ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ? കിളികൾ. കണ്ടു. അപ്പോൾ പറന്നുയർന്ന് നമ്മൾ പാടിപ്പോയില്ലേ? ഒരു കിളി. ഇനി അവൻ ഇതുവഴി വന്നു. തിരുഹൃദയം മുറിവേറ്റോ? കിളികൾ വേദനയോടെ. ഗുരുവേ, ഗുരുവേ. ഒരു കിളി. താതാ, താതാ. വിലാപത്തിന്റെ ഈണത്തിൽ കിളികൾ ഇത് ആവർത്തിക്കുന്നു. ഒരു കിളി. ഉടമയായത് എപ്പോഴെന്ന് അറിയില്ലേ? കിളികൾ. അറിയാം. അവൻ കൂട്ടം തെറ്റിയപ്പോൾ, തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ, സ്വർണ്ണ ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ. ഒരു കിളി. ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ തള്ളിപ്പറഞ്ഞു. ചങ്ങലക്കിടാൻ ഉത്തരവുമായി. കിളികൾ. ഗുരു ശപിച്ചു. കിളികൾ. ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയ വിലാപം കേൾക്കാം. പക്ഷിശാസ്ത്രക്കാരൻ. എന്തു വേദന! ഈ ജീവിതം! കാരണമില്ലാത്ത ദുഃഖം! എനിക്കും എല്ലാവർക്കും! ഹോ, ഈ ദുഃഖത്തിന് അവസാനമില്ല. കിളികളെല്ലാം അതുകേട്ട് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടോടുന്നു. ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം. കിളികൾ. അദ്ദേഹം ധ്യാനത്തിൽ. ഒരു കിളി. അതാ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ്. കിളികൾ. ശരീരമെല്ലാം കൂരമ്പ്. ഒരു കിളി. കൂരമ്പിൽ നിന്ന് ധ്യാനം. ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ? കിളികൾ. ഭീഷ്മർ. ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപസിരിക്കുന്നു? ഇവിടെ ഒറ്റ കക്ഷിയല്ലേ ഉള്ളൂ, കൗരവർ. മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ? ഒരു കിളി. നമുക്ക് അങ്ങോട്ട് പോകാം. ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം. കിളികൾ. അതെ, ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം. സാവകാശം അകത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പു തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ. എവിടെയോ വേദനിക്കുന്നു. കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം. കിളികൾ. ആ വേദന ഞങ്ങളും പങ്കിടട്ടെ. ഒരു കിളി. ഈ കൂരമ്പെയ്ത കാട്ടാളൻ. കിളികൾ. അവനെ നമുക്ക് കൊത്തി തിന്നാം. പക്ഷിശാസ്ത്രക്കാരൻ. വേണ്ട, അവൻ നിങ്ങളിലൊരുവൻ, സ്വയം ചിറകറുത്തെറിഞ്ഞവൻ, പാടത്തിനുടമയായവൻ. കിളികൾ. പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ? പക്ഷിശാസ്ത്രക്കാരൻ. അതെ, നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്തു കഴിയുന്നവൻ. ഒരു കിളി. അവൻ അങ്ങേ? പക്ഷിശാസ്ത്രക്കാരൻ. ഈ കൂരമ്പുകൾ ഇത് മുറിച്ചു. ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ. കിളികൾ. നമുക്ക് കൂരമ്പുകൾ ഊരാം. പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു. അല്പം കഴിഞ്ഞ് തല നിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു. ഇപ്പോൾ കഴുത്തുമുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണാം അവരുടെ വയറ്റിൽ. ഒരു കിളി മറ്റുള്ളവയെ നോക്കി. നിന്റെ ചിറകിനുള്ള ചുവന്നല്ലോ, മിനുമിനുത്ത അടിവയർ ചുവന്നല്ലോ. ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞു. കിളികൾ. വെള്ളപ്പൂക്കൾ ചുവന്നേ, വെള്ളത്തൂവൽ ചുവന്നേ, വെള്ളപ്രാവ് കരഞ്ഞേ, വിണ്ണിൽ കഴുകനുണർന്നേ. പക്ഷിശാസ്ത്രക്കാരൻ. ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശരശയ്യയൊരുക്കൂ, ഞാൻ വിശ്രമിക്കട്ടെ. കിളികൾ ശരശയ്യയൊരുക്കുന്നു. പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു. കിളികൾ ദയനീയമായി വിലപിക്കുന്നു. നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു. കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു. ഉടമ. കൂട്ടരെ, എന്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു. ഭയന്ന് എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറച്ചു നോക്കുന്നു. എനിക്ക് പേടിയാകുന്നു. ഒരു കിളി വാത്സല്യപൂർവം. ഇണക്കുരുവി, വരൂ, നമുക്ക് പറക്കാം. ഉടമ. എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ. ഉടമയാകാൻ, കൂരമ്പേന്താൻ. വിലപിക്കുന്നു. കിളികൾ. നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം. സ്വർണ്ണ ചിറകുകൾ, സ്വപ്നങ്ങൾ. വരൂ. ഉടമ. പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട്. ഹാ, ചുവന്ന പൂക്കൾ വെളുക്കുന്നു. എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ. കൂട്ടരെ, എനിക്ക് എൻ്റെ സ്വർണ്ണച്ചിറക് തരൂ, നമുക്ക് പറക്കാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ഡോക്ടർ വയല വാസുദേവൻ പിള്ള. നമുക്ക് ഈ നാടകത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. ഈ നാടകത്തിനുള്ളിൽ വയല വാസുദേവ പിള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ നാടകം ഒരുക്കിയിരിക്കുന്നത്. ഇത് തനത് നാടക സമ്പ്രദായത്തിൽപ്പെട്ട ഒരു നാടകമാണ് എന്ന് ഓർക്കുക.
അതുമാത്രമല്ല ഇതൊരു ഏകാംഗ നാടകമാണ്. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ ഒറ്റ രംഗം മാത്രമുള്ള ഒരു നാടകമാണ് ഏകാംഗ നാടകം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൽ കടന്നു വരുന്ന ആശയങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ കടന്നു വരുന്ന സാമൂഹിക പ്രശ്നം എന്താണ് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. ഇതിൽ കാണുന്ന പ്രധാന സാമൂഹിക പ്രശ്നം എന്താണെന്ന് നോക്കാം. സാധാരണക്കാരായ മനുഷ്യരാണ് മണ്ണിൽ പണിയെടുക്കുന്നത്. എന്നാൽ അവർക്ക് ഒരു കാലത്ത് തങ്ങൾ പണിയെടുക്കുന്ന കൃഷിയിടങ്ങളുടെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെയോ മേൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വയലാ വാസുദേവപിള്ള സൂചിപ്പിക്കുന്നുണ്ട്. തങ്ങൾ തന്നെ അധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് അവകാശപ്പെടാനോ ഉപയോഗിക്കാനോ സാധാരണക്കാരായ കർഷകർക്ക് കഴിയുമായിരുന്നില്ല. അതിനവർ ശ്രമിക്കുകയാണെങ്കിൽ ഉടമകൾ അവരെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കിയിരുന്നു. അത്തരത്തിലുള്ള ദുരിതപൂർണമായ കർഷകരുടെ കഴിഞ്ഞ കാലത്തേക്ക് കൂടി ഈ നാടകം വെളിച്ചം വീശുന്നുണ്ട്. ഇനി നമുക്കിതിലെ പാരിസ്ഥിതിക പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതിൽ പക്ഷികൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, പ്രകൃതിയെ ആശ്രയിച്ചു ജീവിക്കുന്ന, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജീവജാലങ്ങളുടെ പ്രതീകമാണ്. എന്നാൽ ഇതിലെ ഉടമകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാൻ ഇരുട്ടിന്റെ മറവിൽ ഇഴഞ്ഞു വരുന്നു എന്ന് സൂചിപ്പിക്കപ്പെടുന്ന രാക്ഷസന്മാരൊക്കെ മനുഷ്യരുമാണ്. ജീവജാലങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുന്നത്? മനുഷ്യർക്ക് പ്രകൃതി തന്നെ വേണം എന്നില്ല കഴിഞ്ഞുകൂടാൻ. കാരണം അവർക്ക് വർദ്ധിച്ച സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട്, കെട്ടുറപ്പുള്ള വീടുകൾ ഉള്ളതുകൊണ്ട് അവൻ സുരക്ഷിതനാണ് എന്നാണ് മനുഷ്യന്റെ വിശ്വാസം. എന്നാൽ ജീവജാലങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അവർക്ക് കൂടുകൂടണമെങ്കിൽ മരങ്ങൾ കൂടിയേ തീരൂ. അവർക്ക് ഭക്ഷണം വേണമെങ്കിലും മരങ്ങളും സൂക്ഷ്മജീവികളും കൂടിയേ തീരൂ. അവർക്ക് അന്തിയുറങ്ങാനും കൂടുകൂട്ടാനും പുതിയ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് വളർത്തിയെടുക്കാനുമൊക്കെ പ്രകൃതിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇത് പക്ഷികളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റു ജീവജാലങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. ഒരു മരമെന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടാനുകൂടി സൂക്ഷ്മജീവികളും അണ്ണാനും പക്ഷിയും മറ്റുമടങ്ങുന്ന ഒരു വലിയ ജീവസഞ്ചയം തന്നെ അതിനെ ആശ്രയിച്ച് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ പ്രകൃതിയിൽ ഏതെങ്കിലും ഒന്നിന് കേടുപാട് സംഭവിക്കുന്നത് അതിലെ ജീവജാലങ്ങളെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ മനുഷ്യനാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്റെ ലാഭത്തിനു വേണ്ടി പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങാനും ഈ ജീവജാലങ്ങൾ അവന്റെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? അവരെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് സ്വന്തമായ ഇടങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചുവിടാനും അവരെ ദ്രോഹിക്കാനും മനഃപൂർവ്വമായി കെണികൾ വയ്ക്കാനും അവൻ ശ്രമിക്കുന്നു. ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞുപോയ ഒരു പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പക്ഷി ആദിമ മനുഷ്യനാണ്. പണ്ടുകാലത്തെ മനുഷ്യൻ പ്രകൃതിയോടിണങ്ങിയും മരങ്ങളിലും ഗുഹകളിലും മണ്ണിലുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് മനുഷ്യൻ കുടുംബമായി താമസിച്ചു തുടങ്ങിയപ്പോൾ അവന് സ്വന്തമായി പാർപ്പിടവും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയുമൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കിക്കൊണ്ടും എങ്ങനെയും തൻ്റെ ജീവിതം മാത്രം സുരക്ഷിതമാക്കണം എന്ന ചിന്തയിലേക്ക് സ്വാർത്ഥമായി ഒതുങ്ങിപ്പോയി എന്നതാണ് സത്യം. അപ്പോൾ കൂട്ടത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞുപോയി എന്ന് പറയുന്ന പക്ഷി പ്രകൃതിയോടിണങ്ങി ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അതിനെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്ന മനുഷ്യനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തമാണല്ലോ? എന്നാണ് ഒന്നുകൂടി പറയാം. പണ്ടുകാലത്ത് മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് മനുഷ്യൻ മാത്രം ഈയൊരു കൂട്ടായ്മയിൽ നിന്നും പിണങ്ങി പിരിഞ്ഞു പോവുകയും അവന്റെ മാത്രം ജീവിതത്തിന്റെ സുരക്ഷിതത്വം അന്വേഷിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അവൻ ഭൂമിയെയും പ്രകൃതിയെയും മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു, മലീമസമാക്കി കളഞ്ഞു. അതിന്റെ ഫലം അനുഭവിക്കുന്നതാകട്ടെ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളാണ്. ഇത്തരത്തിൽ ദുരിതത്തിലായിപ്പോയ ജീവജാലങ്ങളുടെ പ്രതീകമാണ് ഇതിലെ പക്ഷികൾ. പ്രകൃതിയാകുന്ന അമ്മയുടെ തന്നെ പ്രതീകമാണ് ഇവിടുത്തെ പക്ഷിശാസ്ത്രക്കാരൻ. വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് പ്രകൃതിയാകുന്ന അമ്മ അല്ലെങ്കിൽ പ്രകൃതിയാകുന്ന പിതാവ് പക്ഷികൾക്ക്
മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് തന്നെ ദ്രോഹിച്ചാലും ആ ദ്രോഹിക്കുന്ന മനുഷ്യനു കൂടി തണൽ നൽകുവാനാണ് തങ്ങളുടെ ജീവിതം എന്നാണ്. ഈ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ പിണങ്ങി പിരിഞ്ഞു പോയ ആ ഒരു പക്ഷി തിരികെ വന്ന് അഭയം തേടുന്നതുമാണ്. അതായത് ഒരിക്കൽ പ്രകൃതിയിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയ മനുഷ്യൻ ഒടുവിൽ തന്റെ ചെയ്തികളുടെ എല്ലാം ഫലം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതിയെ തന്നെ ആശ്രയിക്കാനായി തിരികെ വരുമെന്നും അന്ന് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം അവൻ മാപ്പേറ്റു പറയുമെന്നും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സിലേക്ക് എന്നെങ്കിലും അവൻ എത്തിച്ചേരുമെന്നുമുള്ള പ്രതീക്ഷയാണ് വയലാർ വാസുദേവപിള്ള പങ്കുവെക്കുന്നത്. പ്രധാനമായും ഈ നാടകത്തിൽ 2 തരം ആശയങ്ങളാണ് ഉള്ളത് എന്ന് ഓർക്കുക. ഒന്ന്, പണ്ടുകാലത്തെ കർഷകർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെക്കുറിച്ച് ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. 2, പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനും പ്രകൃതിയെ സംരക്ഷിക്കുന്ന ജീവജാലങ്ങളും തമ്മിലുള്ള സംഘർഷം ഈ പാഠഭാഗത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷികൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ മക്കളാണ്. എന്നാൽ മനുഷ്യനാകട്ടെ ഒരു കാലത്ത് പ്രകൃതിയുടെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് അവന്റെ സ്വസ്ഥ ജീവിതത്തിനു വേണ്ടി പ്രകൃതിയിൽ നിന്നകന്ന് പ്രകൃതിയെ ദ്രോഹിക്കാൻ തുടങ്ങി. അവസാന കാലത്ത് പ്രകൃതി നശിച്ചു കഴിയുമ്പോൾ, സ്വന്തം ജീവിതത്തെ അത് ബാധിക്കുമ്പോൾ, ഇവിടെ ശുദ്ധവായുവും വെള്ളവും ഇല്ലാതെയാകുമ്പോൾ മനുഷ്യൻ അഭയം തേടി പ്രകൃതിയിലേക്ക്, മറ്റു ജീവജാലങ്ങളിലേക്ക്, കൂട്ടായ്മയിലേക്ക് മടങ്ങിവരും എന്ന പ്രത്യാശയാണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് പാഠഭാഗ പ്രവർത്തനങ്ങൾ കാണാനും ശ്രദ്ധയോടെ അവ കുറിച്ചെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഉത്തരമാതൃകകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ സ്വയം ഉത്തരങ്ങൾ നിർമ്മിക്കാനും ശ്രമിക്കുക. ഇതൊരു നാടകമായതുകൊണ്ട് തന്നെ നാടക സങ്കേതങ്ങളെക്കുറിച്ചുകൂടി അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.